ഹലോ ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ രാവിലെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി എങ്ങോട്ടായി പുറപ്പാടമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് ഒരു ട്വിസ്റ്റുള്ള ദിവസമാണ് കേട്ടോ. നേരം വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫ്ലാറ്റിന് താഴെ തന്നെ നമുക്ക് യോഗ ഇൻസ്ട്രക്ടർ വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ എല്ലാവരും കുറേ പേര് കൂടി ചേർന്നിട്ട് യോഗ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഈ കോളേജിൽ പോകേണ്ട സമയമാകുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ, കാരണം രാവിലെ 7 മണി തൊട്ട് ഒരു 8:15 വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ പോകാറില്ല. അപ്പം വെക്കേഷൻ ഞാൻ വിചാരിച്ചു എന്നാൽ വെക്കേഷൻ ടൈമിൽ നമ്മളിവിടെ അവൈലബിൾ ആയ ദിവസങ്ങളിലെങ്കിലും നമുക്ക് പോകാമല്ലോ. അപ്പോൾ പല ദിവസങ്ങളും ഇതിൽ കോളേജിൽ പോകേണ്ടി വരും, ഒഫീഷ്യൽ ആവശ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകേണ്ടി വരുമെങ്കിലും ഇവിടെ ഉള്ള സമയത്ത് പോകാമല്ലോ എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ചിട്ട് യോഗയ്ക്ക് അങ്ങോട്ട് കൂടി. അപ്പം സ്വാഭാവികമാണ്, നമുക്ക് വെക്കേഷൻ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മടി പിടിക്കും. സ്വാഭാവികം, ഞാൻ കുറച്ച് മടി പിടിക്കുന്ന ആളാണ് അങ്ങനത്തെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേണ്ട, കാര്യങ്ങൾ ഉഷാറായി അങ്ങോട്ട് പോട്ടെ, രാവിലത്തെ ആ റുട്ടീൻ തെറ്റണ്ട, ഒന്ന് പോയി കുറച്ചൊന്ന് ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊക്കെ മടി ഉണ്ടാവും. അപ്പോൾ തന്നെ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ സൂര്യ നമസ്കാരം മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം വേറെ കുറച്ച് ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതും ശരിക്കുമുള്ള ഒരു ഇൻസ്ട്രക്ടർ പറഞ്ഞു തരുമ്പോൾ അത് കുറച്ചുകൂടെ രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് തൊട്ട് യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും യോഗയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ടൈം കഴിയും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വൈകി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുളമാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ സമയത്ത് നല്ല വിശപ്പ് ഉണ്ടാവുമല്ലോ, ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു കടലക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പുട്ടും നനച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി എളുപ്പമാണല്ലോ, വന്നിട്ട് പുട്ടുണ്ടാക്കിയാൽ മതിയല്ലോ, അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പം ഇവിടെ ആണെങ്കിലും ഏട്ടനാണെങ്കിലും പുട്ടൊക്കെ ഉണ്ടാക്കി വെക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഏട്ടനൊരു പുട്ടക്കുട്ടനാണ്, അതായത് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഏത് തരത്തിലുള്ള പുട്ടും കഴിക്കും, ചെമ്പപ്പുട്ട്, ചോളപ്പുട്ട്, പിന്നെ ഓട്സ് പുട്ട്, അങ്ങനത്തെയൊക്കെയുള്ള വെറൈറ്റി പുട്ടുകളൊക്കെയാണ് ഏട്ടന് ഇഷ്ടം. അപ്പം 3 നേരവും പുട്ട് കഴിച്ച് കിടക്കുന്നതിന് ഒരു പ്രശ്നമില്ല. കാരണം ഞാനിവിടെ വരുന്നതിന് മുന്നേ ആയിട്ട് ഏട്ടൻ മാത്രമായിട്ട് എറണാകുളത്ത് താമസിച്ചിരുന്ന സമയത്തൊക്കെ എന്താ കഴിച്ചതെന്ന് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് പുട്ട്, ഉച്ചയ്ക്ക് പുട്ട്, വൈകിട്ട് പുട്ട്, അങ്ങനെയാണ്. ആൾക്ക് എപ്പോഴും പുട്ടും, അതും കറി വേണ്ട, പഴം ഉണ്ടെങ്കിൽ ആൾ സന്തോഷം. ഇത്രയ്ക്കും ആഹാരത്തിനോട് എന്താ പറയുക, ഒരു താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതായത് ഒരാഗ്രഹമില്ല. കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് അല്ലെങ്കിൽ കുറച്ച് ഇതേപോലെ പുട്ട്, ഇങ്ങനത്തെ എന്തെങ്കിലും ന്യൂട്രൽ ഫുഡ്സും കഴിച്ച് കിടക്കാനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ആൾ ഒട്ടും അങ്ങനത്തെ ക്രേവിങ്സ് ഉള്ള ആളല്ല. പിന്നെ നമുക്ക് കുറേ കൊതികളൊക്കെ വരില്ലേ, നമുക്ക് ചിലപ്പോൾ ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കേക്ക് കഴിക്കാൻ തോന്നും, ഐസ്ക്രീം, മധുരത്തിനോട് താല്പര്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ അത് വേണം. ഇപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ കഴിക്കും ഉള്ളതല്ലാണ്ട് ആൾ തന്നെ പോയി വാങ്ങി കഴിക്കലോ അല്ലെങ്കിൽ വീട്ടിലേക്ക് കുറേ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരിക, അങ്ങനത്തെ ആളേ അല്ല കേട്ടോ. ആൾക്ക് താല്പര്യമില്ല. നമ്മൾ പറഞ്ഞാൽ നമുക്ക് മേടിച്ച് തരും, പക്ഷേ ആൾക്ക് ഈ ഫുഡിനോട്, പ്രത്യേകിച്ചും റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫുഡിനോട് താല്പര്യമേ ഇല്ല. പിന്നെ പ്രോട്ടീനൊക്കെ ശ്രദ്ധിച്ച് കഴിക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ കടലക്കറി ഉണ്ടാക്കുന്നതുകൊണ്ട് കടലക്കറിയും പുട്ടും കഴിക്കണു, അല്ലെങ്കിൽ പഴവും പുട്ടും, ഹാപ്പി. ആൾ ഭയങ്കര വിഷമിച്ച് കഴിക്കുന്നല്ല, സംതൃപ്തനാണ്. അപ്പോൾ പല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ആണെങ്കിലും എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഒക്കെ ഹസ്ബൻഡ്സ് ഭയങ്കര ചില കാര്യങ്ങൾക്ക് നിർബന്ധം പറയാറുണ്ട്. ഫുഡിൽ ഇപ്പോൾ രാവിലെ കഴിക്കുന്നത് ഉച്ചയ്ക്ക് കഴിക്കാൻ പാടില്ല, ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കില്ല, അല്ലെങ്കിൽ ഇന്ന കോമ്പിനേഷൻസ് ഇന്നതിൻ്റെ കൂടെ വേണം എന്നൊക്കെ പറയുന്നേക്കുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ചില മൂവീസിലൊക്കെ കാണുന്നത് പോലെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉണ്ട് കേട്ടോ. എന്തായാലും വലിയ ബുദ്ധിമുട്ടിക്കാത്ത ഒരു ഹസ്ബൻഡ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ദൈവം സഹായിച്ചില്ല, അതിന് ഞാൻ നന്ദി പറയുന്നു ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ കടലക്കറി, സാധാരണ എൻ്റെ കടലക്കറി എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എല്ലാം കൂടി ഇട്ട് കട്ടക്കടയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പണി തീർക്കുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ സമയമുണ്ട്, കാരണം യോഗയ്ക്ക് 7 മണിക്ക് പോയാൽ മതിയല്ലോ, അപ്പോൾ അതിന് മുന്നേ കുറച്ച് സമയമുണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ പയ്യെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയമെടുത്ത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കുറച്ച് ഒരു വരട്ടിയിട്ടൊക്കെയുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കടലക്കറി വറുത്തരച്ചാണോ വെച്ചതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ മസാല ഒന്ന് വറുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കടലക്കറി ഇട്ട് പിന്നെ അവസാനം നമ്മൾ അരച്ച് ചേർക്കുമല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തേങ്ങ വറുത്തരച്ച കടലക്കറി ഒന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല ഗൈസ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക്
ഈ കടലക്കറിയിൽ തന്നെ ഇവിടെ എല്ലാവരും സംതൃപ്തരാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാണ്ടുള്ള പണിയെടുക്കുന്നത് എന്നുള്ളൊരു ഇത്. സിമ്പിൾ കുക്കിംഗ്, ഈസി കുക്കിംഗ്, അതിൻ്റെ ആളാണ് ഞാൻ. അതിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണെങ്കിലും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം പെട്ടെന്ന് തീർക്കുക, പണി തീർക്കുക, അടുക്കളയിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ രാവിലെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിൽ എല്ലാ പരിപാടികളും തീർക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ഥലം വിടും. ഇതിപ്പോൾ പിന്നെ സമയമുണ്ട്, പയ്യെ പയ്യെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ മതി. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ കൂടുതൽ ടൈം കിച്ചണിൽ കിടക്കുന്ന പോലെ തോന്നാറുണ്ട്. ചെറുതായിട്ടൊന്നും നമ്മളൊന്ന് മടി പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മൊത്തം ഇങ്ങനെ ലാഗായിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ അതായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അപ്പം തന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. കാരണം പാത്രങ്ങൾ കഴുകുന്നത് യൂഷ്വലി ഏട്ടനാണ്. ഏട്ടൻ ഇപ്പോഴും കഴുകി തരും, പക്ഷേ എങ്കിലും പറ്റുന്ന പോലെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഈ തടിയൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ഈ ചോപ്പിംഗ് ബോർഡൊക്കെ തന്നെയാണെങ്കിലും അപ്പം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഫംഗസ് ഒന്നും വന്നിട്ടില്ല. നല്ല ബോർഡാണ് കേട്ടോ, അമ്മ എനിക്ക് തന്നതാണ്, നല്ല ബോർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഒന്ന് തുടച്ചങ്ങ് വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ചായ ആര് പറഞ്ഞാലും എനിക്ക് ചായ, എൻ്റെ അമ്മയുടെ ചായയും ഏട്ടൻ്റെ ചായയും ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് ചായാസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ചായ തന്നെ ഇഷ്ടമുള്ളൂ. ഇത് എന്താ പറയുക, ഭയങ്കര രസമായിട്ടാണ് രണ്ടുപേരും ചായ ഇടുന്നത്. എനിക്ക് ഞാനെപ്പോഴും ഈവൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാൽ തന്നെ ഞാൻ പറയുന്ന കാര്യമാണ്, എനിക്ക് അധികം പാലിഷ്ടമല്ല, കടുപ്പം വേണം, പാലധികം ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു സിമ്പിൾ ഒരു ചായയാണ്, ഒരു എന്താ പറയുക ഓട്ടച്ചായ, അതാണ് എൻ്റെ ഇഷ്ടം. അപ്പം നമുക്ക് പാൽ ഉണ്ടായിരുന്നില്ല, പാൽ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ടാണ് പാൽപ്പൊടി വെച്ചിടുന്നത്. എനിക്ക് പാൽപ്പൊടി ചായ ഇഷ്ടമാണ്. പക്ഷേ ഏട്ടന് ഈ പറയണ പോലെ അതും വലിയ താല്പര്യമുള്ള ആളല്ല. പാൽപ്പൊടി ഇതൊന്നും ശരിയല്ല എന്നൊക്കെയാണ് പറയുക. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു കുടിക്കേട്ട എന്ന് പറഞ്ഞിട്ട് ആ നിർബന്ധത്തിൽ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടൈം ഓഫ് ദി ഡേ, അല്ലെങ്കിൽ ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും എനിക്ക് സന്തോഷം കിട്ടുന്നൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലെ ഞങ്ങൾ രണ്ടുപേരും തമ്മിലിരുന്ന് ആ ചായ കുടിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് മോളുറക്കമായിരിക്കും, വേറെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. നമ്മൾ വളരെ സമാധാനമായിട്ടിരുന്ന് എന്താ പറയുക ചായ കുടിക്കുന്ന ആ ഒരു ടൈം എൻ്റെ ഭയങ്കര ഒരു പ്രഷ്യസ് ടൈമാണ്. എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടിങ് ഒരു ടൈമാണത് കേട്ടോ. അപ്പം അതിലേക്കുള്ള സമയത്തിലേക്ക് പോകണം. അപ്പം ഞാൻ തൊട്ട് മുന്നേ ആയിട്ട് പുട്ടും കൂടി ഒന്ന് നനച്ച് വയ്ക്കുകയാണ്. അപ്പോൾ പുട്ട് സാധാരണ എനിക്ക് പുട്ടുപൊടിയില്ലേ, നമ്മുടെ മറ്റേ അരി പൊടിച്ചുണ്ടാക്കുന്ന ആ പുട്ടുപൊടിയാണ് എനിക്കിഷ്ടം. ഈ സ്റ്റീംഡ് പുട്ടുപൊടി ഞാൻ വലിയ ആരാധികയല്ല. പലർക്കും ഇഷ്ടമാണെന്നറിയാം, പക്ഷെ ഞാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം എന്താണെങ്കിൽ സ്റ്റീംഡ് പുട്ടുപൊടി അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു. എന്നിട്ട് ഞാൻ റസ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇതിൻ്റെ അകത്ത് പിസ്തയാണുള്ളത്, പിസ്ത വെച്ചിട്ടുള്ളൊരു നട്ട്സ് ഇവിടെ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് പ്രൈസൊക്കെ ഉള്ളതാണ്, കാരണം ഇതിൽ നിറയെ പിസ്തയാണ്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു സാധനം. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നല്ല ഫുള്ളായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ പോയപ്പോൾ കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബിസ്ക്കറ്റ്സ് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. ചില സമയത്ത് ഇത് നമുക്ക് ആസിഡിക് പ്രശ്നങ്ങളൊക്കെ വരും, അത്ര നല്ലതല്ല. അതുകൊണ്ട് മാത്രം ബിസ്ക്കറ്റ്സ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ റസ്കിലേക്ക് മാറിയിട്ടുണ്ട്. അതിൽ ചിലപ്പോഴൊക്കെ, എപ്പോഴും കഴിക്കാറില്ല കേട്ടോ. ബേക്കറിയിൽ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വാങ്ങും, കഴിക്കും, അത്ര തന്നെ. പക്ഷേ ഇതിൻ്റെ പിസ്തയുണ്ട്, ആമൻസും ഉണ്ട്. ആമൻസ് നല്ലതാണ്, പിസ്തയും നല്ലതാണ്. ഭയങ്കര റിച്ച് സംഭവമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ചോറും കൂടി ഒന്ന് ഇടാം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സമയത്ത് എന്നോട് അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതും കൂടി ഒന്ന് ടേക്ക് ചേട്ടാ ആൻഡ് കം ഓൺ ഫോർ ചായ കുടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഞങ്ങൾ പോയി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു. അത് ഞാൻ പെട്ടെന്ന് പോയൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ യോഗയ്ക്ക് പോകാനുള്ള സംഭവങ്ങളിലേക്ക് പോവാണേ. അങ്ങനെ പെട്ടെന്ന് ഒരു ബണ്ണൊക്കെ കെട്ടി പോവാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എൻ്റെ മുടി തന്നെയാണ് കേട്ടോ. എങ്ങനെ ഹരിച്ചും കുടിച്ചും വെച്ചാലും ഒരു മെനയില്ലാത്ത ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് കൂടുതലും ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ തലയിൽ ഞാൻ എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും മുടി കേടാക്കേണ്ട. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും ഇപ്പം സ്പാ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ ഇപ്പം ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത്. അപ്പോൾ അത് പിന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് നിൽക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടും അതിനുള്ള സമയവും കിട്ടാത്തത് കൊണ്ടും ഞാനത് വിടും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എങ്ങനെയോ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് തല ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മാനേജ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഗേൾ മെത്തേഡും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് സ്ട്രെയിറ്റ് ഹെയറിൻ്റെ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം എല്ലാ ദിവസവും ഈ കേളി ഹെയർ മെത്തേഡൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളൊരു കൂടുതൽ സമയവും
എന്താ വെച്ചാൽ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ പിന്നെ കുളിക്കുകയുള്ളൂ. കാരണം അത്രയ്ക്കും നമ്മൾ സാധനങ്ങൾ പ്രോഡക്ട്സ് തലയിൽ വാരി തേച്ചിട്ടുണ്ടാവും. അത് നിൽക്കണമെങ്കിൽ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കുളി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും തല കുളിക്കാണ്ട് എനിക്ക് ഇരിക്കാനേ പറ്റത്തില്ല. അത്രയ്ക്ക് പൊടിയും കാര്യങ്ങളുമാണ് നമ്മുടെ തലയിലേക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്നതും. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് തലയും സ്വെറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കുളിക്കാതിരിക്കാൻ പറ്റിയില്ല. തല കുളിക്കാണ്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ പരിപാടി നടക്കില്ല. അപ്പോൾ എണ്ണ തേക്കുക, കുളിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രം ഇട്ട് ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് പ്രഹസനമൊക്കെ കാണിച്ചിട്ട് പോവാണ് കേട്ടോ നമ്മുടെ യോഗയിലേക്ക്. അപ്പം പുതിയ മാറ്റൊക്കെ എനിക്ക് യോഗ മാറ്റൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഇല്ല കൊച്ചു കുട്ടികളെ വിടുന്നത് പോലെ പോമോളേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടുമായിരുന്നു. കാരണം വെച്ചാൽ കുറച്ച് മടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ നമ്മൾ തന്നെ എടുത്ത തീരുമാനമാണ് പോകണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മടി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ആരോഗ്യം മുഖ്യമാണ് ബിഗിലി. അതുകൊണ്ട് ഞാൻ പോവുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ എനിക്കൊരു പാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും കഴിഞ്ഞ ദിവസം എപ്പോഴും ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ മുഖത്ത് മാത്രമല്ല നമ്മൾ സൺസ്ക്രീൻ എല്ലായിടത്തും ഇടണം എന്നുള്ളത്. പക്ഷേ ഞാൻ ഭയങ്കര മടിയാണ് എനിക്ക് കഴുത്തിലേക്ക് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല. ഒന്നിൽ ടാൻ ആയതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ നെക്കിൽ ഒരു കറുത്ത പാട് അവിടെ ഇവിടെയും വരുന്നുണ്ട്. അതായത് ഒരു ടാൻ അടിച്ച പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മാല അങ്ങനെ ഇടാറില്ല. പിന്നെ ഒരു ക്രീം എനിക്ക് ഡോക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ടാൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മാറാൻ കുറച്ച് ടൈം എടുക്കും തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ സൺസ്ക്രീനൊക്കെ ഇട്ട് പോയി യോഗയും കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അമ്മയുണ്ട്. അപ്പോൾ അമ്മ യോഗ ചെയ്യാനുള്ള പിന്നെ ആരാ വീഡിയോ എടുത്തുതരാം. പിന്നെ ഞാൻ ഇനി എന്തായാലും അവിടെ എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസും കൂടി എടുക്കാം. ഓക്കെ. അപ്പം ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് എണീറ്റ് വന്ന് എനിക്ക് കുറച്ച് വീഡിയോസ് എടുത്ത് തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെവിടെ നല്ല സുഖം ഇറക്കായിരുന്നു. ഞാൻ വന്നപ്പോഴാണ് അവൾ എണീറ്റത്. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അവൾ എണീറ്റത്. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അടുത്ത പ്രാവശ്യം. അപ്പോൾ പുട്ട് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് നമ്മൾ ഈ കുറേ നാളായിട്ട് അമ്മ തരുന്ന മറ്റേ പുട്ടുപൊടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഈ സ്റ്റീംഡ് യൂസ് ചെയ്തത്. അപ്പോൾ ശരിക്കും ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം കണ്ടു. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കുറച്ച് നനഞ്ഞ് കൂടുതലായിപ്പോയി. അങ്ങനെ വന്നു. ആ മുഖത്തൊരു തെളിച്ചമാർ ഗ്ലോ കണ്ടു ഗൈസ്. നമ്മൾ ഈ യോഗയാണെങ്കിലും ജിമ്മാണെങ്കിലും ഒക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖത്തുള്ളൊരു തുടുപ്പ് എന്ന് പറയുന്നത് ആ ഒരു രക്തയോട്ടത്തും രക്തപ്രസാദം വന്നിരിക്കണോ, അത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഒരു ഫീലാണ് ഇത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നല്ല രസമാണ്. കണ്ടോ എൻ്റെ കുറുകിയ കടലക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലി നമ്മൾ കടലക്കറി എല്ലാം ആയി. നമ്മൾ പ്രഷർ കുക്കർ തുറക്കാണ്ടാണ് പോയത്. തിരിച്ച് വന്ന് നോക്കിയപ്പം കുക്ക്ഡായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ച് കടല എടുത്ത് അരച്ചു. മെയിൻ ഈ കടല അരയ്ക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടല മാത്രമായിട്ട് പെറുക്കി എൻ്റെ മോള് കഴിക്കില്ല. വെള്ളക്കടല ഞാൻ പറഞ്ഞല്ലോ, ചന ആണെങ്കിൽ തന്നെ അത് ഇവള് മറ്റേ സാലഡ് പോലെ അന്ന് നമ്മൾ ഉണ്ടാക്കിയത് ആ സംഭവമാണെങ്കിൽ കഴിക്കും. പക്ഷേ കടലക്കറിയിൽ അതിട്ട് കഴിഞ്ഞാൽ കഴിക്കില്ല. വെള്ളക്കടലക്കറിയെ ഇഷ്ടമല്ലേ എന്താണോ എന്തോ ഇതിൻ്റെയൊക്കെ ഒരു ഗുഡൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ കറുത്ത കടല വെച്ചിട്ടുള്ള കടലക്കറിയാണ് നമുക്ക് ഫേവറേറ്റ്. പക്ഷേ അതിലും ഈ പറയണ പോലെ നല്ല വെള്ളം പോലത്തെ കറിയായിരിക്കണം. കടല എടുത്ത് കഴിക്കില്ല. കുറേ ഗ്രേവി വേണം അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രേവിയിൽ എന്തെങ്കിലും കുറച്ച് പ്രോട്ടീൻ കയറിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ അരച്ചു തുടങ്ങിയത്. പക്ഷേ ഫൈനലി ഈ അരച്ച കടലക്കറി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞാൻ പണ്ട് അരയ്ക്കുമ്പം കുറച്ച് പച്ച തേങ്ങയും കൂടെ വെറുതെ അരച്ച് ചേർക്കായിരുന്നു. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചില ഈ കുഞ്ഞു കുഞ്ഞു ഹോട്ടൽസിലൊക്കെ നമുക്ക് കിട്ടുന്ന കടലക്കറിയുടെ ഒരു ടേസ്റ്റാണ്, നല്ല രസമാണ്. അങ്ങനെ ഞാൻ ഈ ഒരു ശീലം നമ്മുടെ വീട്ടിലേ ഇല്ല കേട്ടോ. അതായത് ഈ പപ്പടം പൊരിക്കണ സംഭവം ഇല്ല. പക്ഷെ അമ്മ കഴിഞ്ഞ ദിവസം അമ്മയുടെ ഫ്രണ്ട്സായ നമ്മുടെ ലീലാമാൻറ്റിയും അതേപോലെ ദുർഗ ആൻറ്റിയും ഒക്കെ നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയാണ് കേട്ടോ. അവർ അടിപൊളി 2 വ്യക്തിത്വങ്ങളാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും എന്താ പറയുക ഗേൾസ് ട്രിപ്പിന് പോയിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഗുരുവായൂർ പപ്പടം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ അതിനെ കുറച്ച് പപ്പടം അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പപ്പടം ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നു. ഞാൻ ഓർക്കില്ല, കാരണം നമുക്കങ്ങനെ പപ്പടം കഴിക്കുന്ന ഒരു ശീലമില്ല. ഈവൻ ദോ പിയയ്ക്ക് ഇഷ്ടമാണെങ്കിലും നമ്മളിങ്ങനെ പപ്പടം എപ്പോഴും ഉണ്ടാക്കാറില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് പപ്പടമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫുള്ളങ്ങ് ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഫുള്ളങ്ങ് ഫ്രൈ ചെയ്തോ. നമ്മൾ എണ്ണ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഫുള്ള് ഫ്രൈ ചെയ്ത് വെക്കുന്നതായിരിക്കും നമുക്ക് ലാഭവും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എണ്ണ എടുത്ത് പിന്നെ ആ എണ്ണ നമ്മൾ യൂസ് ചെയ്യില്ല, അങ്ങനെ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് എല്ലാം അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം പപ്പടവും പുട്ടും കടലയും ഒക്കെ കൂടെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് പൂരിയൊക്കെ വരുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് പൊന്തിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല
പപ്പടമായിരുന്നു കേട്ടോ. താങ്ക്സ് ടു ലീല മാൻറ്റി ആൻഡ് ദുർഗാൻറ്റി. അപ്പം അത്രയേ ഉള്ളൂ. ഈ പപ്പടം എനിക്ക് തന്ന അമ്മയ്ക്ക് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞാനിത് തന്നെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഏട്ടനിട്ടോളൂ ഞാൻ കുത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രസമാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും കൂടെ പണിയെടുക്കുമ്പോഴത്തേക്കും. പിന്നെ ഈ പറയണ പോലെ ഭയങ്കര ഇടയ്ക്കൊക്കെ ഒന്ന് സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ ഈ പാചകം കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് എന്താ പറയുക സമാധാനമായിട്ട് ചെയ്യുന്നതും നമ്മൾ ഹറിബറിയായിട്ട് ചെയ്യുന്നതിലും രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ഫൈനലി നമ്മൾ പെട്ടെന്ന് അടുക്കളയിൽ പണി തീർത്ത് പോകുക എന്നുള്ളതാണ്. പക്ഷെ ഹസ്ബൻഡും ഒക്കെ നമ്മുടെ കൂടെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഒരാൾ കൂടെ നമ്മുടെ കൂടെ പണിയെടുക്കാനുണ്ടെങ്കിൽ നമുക്കിതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല കേട്ടോ. എന്താണെങ്കിലും അങ്ങനത്തെ പപ്പടങ്ങളൊക്കെ പൊരിച്ച് കഴിഞ്ഞു. കുറച്ച് ഏറെ പറഞ്ഞ ആ ഒരു ഇതിൽ നിറയെ പപ്പടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പിയ എണീറ്റിട്ടില്ല ഗൈസ്. പിയ എപ്പോഴും നല്ല സുഖം ഉറക്കമാണ് കേട്ടോ. പിയ ഞാൻ വിചാരിച്ചു പയ്യെ ഇറങ്ങി വരട്ടെ എന്നുള്ളത്, എണീറ്റ് വരട്ടെ എന്ന്. അങ്ങനെ പിന്നെ ദേ കടലക്കറിയും പുട്ടും പപ്പടവും എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ രാവിലെ ഒരു ന്യൂസ് ചാനൽ ഏതെങ്കിലും വെക്കും, അതിൽ ലൈവ് ന്യൂസൊക്കെ കണ്ടിട്ടാണ് ഈ ഫുഡ് അടി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയണ പോലെ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് വരുന്നത് വീഡിയോസ്. അപ്പോൾ അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ വീഡിയോസ് ഇടാൻ പറ്റാത്തത്. ചില ദിവസങ്ങളിൽ ഇതാണിപ്പം ഇപ്പോഴത്തെ ഒരു റുട്ടീൻ പോകുന്നത് ഇങ്ങനെയാണ്. രാവിലെ പോവുക, ജിമ്മിൽ പോവുക. ഇതിപ്പോൾ 2-3 ഡേയ്സ് ആയിട്ടോ പോയിട്ട്. അപ്പം പോകുന്നുണ്ട്. അപ്പം ജിമ്മിൽ പോവുക, വരിക. ഇതിൻ്റെ ഇടയിൽ എനിക്ക് കോളേജിൽ പോകേണ്ട ദിവസം ഉണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഓരോ ദിവസവും വ്യത്യസ്തമാണ്. ആൻഡ് ഈ ഒരു ഫേസും നമ്മൾ എൻജോയ് ചെയ്ത് പോവുക, അങ്ങനെയുള്ളൂ. അപ്പം ഒരു ബ്രേക്ക് എപ്പോഴും നല്ലതാണല്ലോ. അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ലവ് യു ഓൾ, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ.